നമ്മുടെ സ്വന്തം ചെണ്ടയ്ക്ക് ഈ പ്രവാസ ലോകത്ത് കൃത്യമായ മേൽവിലാസം ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു കൂട്ടം കലാകാരന്മാരെയാണ് ഇനി പരിചയപ്പെടുത്താൻ പോകുന്നത്. ഓണക്കാലമായതോടുകൂടി ഈ കലാകാരന്മാർ നിന്നു തിരിയാൻ സമയമില്ലാത്ത അത്രയും തിരക്കിലാണ്. ചെണ്ടപ്പുറത്ത് കോലു വീണാൽ മലയാളി അവിടെ എത്തും. അത്രത്തോളം ഹൃദയബന്ധമാണ് ഈ അസുരവാദ്യത്തിന് മലയാളിയുമായിട്ടുള്ളത്. കടലിനിക്കരയും അതിനൊരു മാറ്റവുമില്ല. നമ്മുടെ ചെണ്ട ഇന്ന് ഗൾഫ് നാടുകളിലും താരമാണ്. ഓരോ ആഘോഷങ്ങളിലും ചെണ്ടമേളം ഉറപ്പാണ്. ഇപ്പോൾ ഓണാഘോഷങ്ങൾ ഇവിടെ തുടങ്ങിയതോടെ ചെണ്ട കലാകാരന്മാർക്ക് നിന്നു തിരിയാൻ സമയമില്ലെന്ന അവസ്ഥയാണ്. വർഷങ്ങൾക്ക് മുൻപ് വരെ അറബ് നാടുകളിലെ പരിപാടികൾക്ക് ചെണ്ടമേളം ഒരുക്കണമെങ്കിൽ നാട്ടിൽ നിന്ന് കലാകാരന്മാരെ കൊണ്ടുവരണമായിരുന്നു. എന്നാൽ ഇന്ന് അങ്ങനെയല്ല കാര്യം. നിരവധി ആളുകളാണ് ഈ മേഖലയിൽ ഇന്നുള്ളത്. അതിൽ UAE ശ്രദ്ധേയ സാന്നിധ്യമാണ് ഈ കലാകാരന്മാർ. തങ്ങളുടെ അഖണ്ഡ എന്ന കൂട്ടായ്മയിലൂടെ ഇവർ ഓരോ വേദികളിലും കൊട്ടിക്കയറി വിസ്മയമാവുകയാണ്. കണ്ണൂരിലുള്ള പയ്യട്ടം എന്ന കലാഗ്രാമത്തിൽ നിന്ന് പ്രവാസ ലോകത്തെത്തിയ ഒരു പറ്റം കലാകാരന്മാരുടെ നേതൃത്വത്തിൽ തുടങ്ങിയതാണ് ഈ കൂട്ടായ്മ. പണ്ടേ നെഞ്ചിലെളിഞ്ഞ വികാരമായ ചെണ്ടയെ ഇവിടെ എത്തിയിട്ടും കൈവിടാൻ ഒരുക്കമല്ലാത്തവർ. അങ്ങനെ മണലാരണ്യത്തിൽ ഇവർ ചെണ്ട കയ്യിലെടുത്തു. പ്രവാസ ലോകത്തെ തിരക്കുകളിലും പരിമിതികളിൽ നിന്നും സാധകം തുടങ്ങി. അതിനായി പാർക്കുകളിൽ വൈകുന്നേരങ്ങളിൽ ഇവരെത്തി. നല്ലതിന് എന്തിനേയും ഇരുകൈയും നീട്ടി സ്വീകരിക്കുന്ന ഈ നാട്ടിൽ സ്വദേശികളടക്കം ഇവർക്ക് പ്രോത്സാഹനവുമായി രംഗത്തെത്തി. അഖണ്ഡ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഇതേപോലെ ചെറിയ വൈകിട്ട് പാർക്കുകളിൽ ഇരുന്നിട്ട് അത്യാവശ്യം കലാകാരന്മാരാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ചെറുങ്ങനെ താളെല്ലാം പിടിച്ചുകൊണ്ട് പോകുമ്പോൾ ഒരു ആശയം ഇങ്ങനെ തോന്നി, നമുക്കായിട്ടൊരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ട് മാത്രം ഇങ്ങനെ ചെയ്താലും അങ്ങനെ ഒരു ചെറിയ എൻക്വയറി വന്നു. അങ്ങനെ 1-2 പരിപാടി നമ്മൾ ചെയ്യും. അപ്പോഴാണ് നമ്മൾ അറിയുന്ന മറ്റ് മേഖലകളിൽ ഈ ചെണ്ടയായിട്ട് ബന്ധപ്പെടുന്ന കുറേ ആൾക്കാർ നമ്മളായിട്ട് സഹകരിച്ചത്. അപ്പോൾ അവർ വന്ന് നിങ്ങളും ഞങ്ങളിവിടെ ഉണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് ഏകദേശം ഒരു 8 മാസമായി നമ്മളിപ്പോൾ പരിപാടി നടത്തിക്കൊണ്ടിരിക്കുന്നു. ഏകദേശം 8 മാസത്തിനുള്ളിൽ ഏകദേശം 50ഓളം പരിപാടി നമ്മൾ കവർ ചെയ്തു. അപ്പോൾ ഒരു നല്ല കൂട്ടായ്മ. കാരണം ഇതിൽ വേറെ ഒന്നുമില്ല, നമ്മളൊരു എൻ്റർടൈൻമെൻറ്റ് കണ്ടെത്തുക എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. പിന്നെ അഖണ്ഡ എന്നുള്ളത് എന്ന് പറഞ്ഞാൽ നാട്ടിൽ ഞങ്ങളൊക്കെ തൊട്ടടുത്തുള്ള ഒരു ബാൻഡ് ഉണ്ടായിരുന്നു, ഒരു തമ്പോലം എന്ന് പറയുന്ന ടീമുണ്ട്. അങ്ങനെയാണ് അതൊരു ഭയങ്കര വൈബായ കണ്ണൂർ ജില്ലയിൽ അറിയപ്പെടുന്ന ഒരു ബാൻഡാണ്. അപ്പോൾ അതുകൊണ്ട് ആ പേര് സജഷൻ ചെയ്താൽ എല്ലാവർക്കും ഒരു വെറൈറ്റി പേര് കേൾക്കാനും അങ്ങനെ. പിന്നെ അതിനൊരു നല്ല അർത്ഥമുണ്ട്. അതിന് എല്ലാവരെയും കൂട്ടിച്ചേർക്കുക എന്നുള്ളൊരു മലയാളത്തിൽ നമ്മൾ സെർച്ച് ചെയ്താൽ എങ്ങനെയായിട്ട് അങ്ങനെയാണ് അഖണ്ഡയുടെ രൂപീകരണം ഉണ്ടായിരുന്നത്. അതിന് തുടങ്ങണം 2 കഴിഞ്ഞിട്ട് 3ാമത്തെ അതിൽ താല് നമുക്ക് ഒരുമിച്ച് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, റെഡി? 1 2 3 സ്റ്റാർട്ട്. താ രി രി ക താ രി രി ക. ഇവരുടെ അടുത്തേക്ക് കൂടുതൽ ആളുകൾ പഠിക്കാനായെത്തി. ഗണപതി കൈകൊട്ടി പ്രാർത്ഥനയോടെ UAE വിവിധ ഭാഗങ്ങളിൽ നിന്ന് ജാതി മത ഭേദമന്യെയാണ് ആളുകൾ കൂട്ടായ്മയിലേക്ക് ഒഴുകിയെത്തിയത്. കൈക്കുഴയെ മെരുക്കി വഴക്കിയെടുക്കും വരെയുള്ള ചിട്ടയായ പരിശീലനം. അരങ്ങേറ്റത്തിന് ശേഷം പിന്നീട് ഇവർക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. പഠിക്കാനായി എത്തുന്നവരെ പൂർണ്ണമായും സൗജന്യമായി പഠിപ്പിക്കുക എന്നതാണ് ഇവരുടെ രീതി. തങ്ങളുടെ മനസ്സിലെ കല മറ്റൊരാൾക്ക് പൂർണ്ണ മനസ്സോടെ പകർന്നു നൽകണം എന്ന ചിന്തയാണ് ഇതിന് പുറകിൽ. അത്രയധികം ആത്മാർത്ഥമായാണ് ഇവർ ഈ കലയെ നെഞ്ചിൽ കൊണ്ടു നടക്കുന്നത്. അതുതന്നെയാണ് മറ്റുള്ളവരിൽ നിന്ന് ഇവരെ വ്യത്യസ്തമാക്കുന്നതും. ഇവിടെ പ്രത്യേകിച്ച് എന്ന് വെച്ചാൽ UAE എന്ന് പറയുന്ന സ്ഥലത്ത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എന്ന് വെച്ചാൽ ഒരുപാട് കലാകാരന്മാർ കലയെ തേടി നടക്കുന്ന ഒരു ഇതാണ് ഞാൻ കണ്ടിട്ടുള്ളത്. സത്യം പറഞ്ഞാൽ പല സ്ഥലങ്ങളിലും നമ്മൾ പ്രോഗ്രാം അവതരിപ്പിക്കാൻ വേണ്ടി പോകുമ്പോൾ ആ പ്രോഗ്രാം കഴിയുന്ന സമയത്ത് തന്നെ നിങ്ങൾ ആൾക്കാരെ പഠിപ്പിക്കുന്നുണ്ടോ, നമ്മൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ
നമ്മളെ പഠിപ്പിക്കുമോ, എന്താണ് ഫീസ് ഉണ്ടോ, ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ഒരുപാട് നമ്മൾ പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് കേൾക്കാറുണ്ട്. അപ്പോൾ അതുകൂടാണ്ട് നമ്മൾ ഇവിടെയുള്ള കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ് അഖണ്ഡ എന്ന് പറയുന്നത് മുന്നോട്ട് വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പോൾ നമ്മളിങ്ങനെ ഇരുന്നൊരു ടീമായിട്ട് നമ്മൾ ഇങ്ങനെ ഒരു പ്ലാനിങ് വരുന്ന സമയത്ത് തന്നെ നമ്മൾ പറയുന്നത് ഇതിനോട് താല്പര്യമുള്ള ഒരുപാട് ആൾക്കാരെ നമുക്ക് കൂട്ടിച്ചേർക്കണം, എന്നിട്ട് നല്ലൊരു ടീമായിട്ട് UAE അറിയപ്പെടുന്ന ഒരു ടീമായിട്ട് അഖണ്ഡ മാറണം എന്നുള്ളതാണ് ഫസ്റ്റത്തെ ഒരു ഇതുണ്ടായത്. കൂട്ടത്തിൽ സ്ത്രീകളുടെയും കുട്ടികളുടെയും വലിയ സാന്നിധ്യവുമുണ്ട്. ഓരോ വേദികളിലും ഇവർ ചെണ്ടയിൽ വിസ്മയങ്ങൾ തീർക്കുന്നത്, അത്ഭുതത്തോടെ ആളുകൾ നോക്കി നിൽക്കുന്നത് വലിയ സന്തോഷം നൽകാറുണ്ടെന്നാണ് കൂട്ടായ്മ ഒന്നടങ്കം പറയുന്നത്. കുട്ടികളെല്ലാം ആവേശത്തോടെയാണ് പഠിക്കാനായി എത്തുന്നതും. 4 വയസ്സ് വരെയുള്ള കുട്ടികൾ മുതൽ ഏകദേശം ഒരു 50-55 വയസ്സ് വരെ അത്രയില്ലാണ്. അത് സ്ത്രീകളും ആണുങ്ങളായിട്ട് അങ്ങനെ തന്നെയാണ്. ആൺകുട്ടികളും ചെറുകുട്ടികളെ കുട്ടികളും നന്നായിട്ട് ചെയ്യുന്നുണ്ട്. നമ്മളെ കുറച്ച് കുട്ടികളെ ഉള്ളൂ, കാരണം ആൾക്കാർ ഒരുപാട് എൻക്വയറി വരുന്നുണ്ട് കുട്ടികളെ പഠിക്കും. പക്ഷെ നമുക്ക് കുട്ടികളെ ഈ ചൂടത്ത് കൊണ്ടുവന്നിട്ട് അറിയാമല്ലോ, വർക്കിലൊന്നും വെച്ചായിരുന്നു. അപ്പം നമ്മളൊരു ഇതായിട്ടാകുമ്പോൾ അതിൻ്റെ രീതിയിൽ പിന്നെ ഫ്രീ ആയിട്ടാണ് ക്ലാസ് നടക്കുന്നത്. മാഷെന്ന നിലയിൽ സജേഷ് പണി കഴിഞ്ഞ് വന്ന എല്ലാ ദിവസവും അവർ രാഷ്ട്രീയ പാർക്കിലുണ്ടാകും. അപ്പോൾ പറയും നിങ്ങൾ ആര് വന്നാലും ഞാൻ റെഡിയാന്ന് പറയും. അപ്പോൾ അതിൻ്റെ ഒരു വലിയ പ്ലസ് പോയിന്റ് ഉണ്ട്. അതുകൊണ്ട് ശിങ്കാരി മേളം ഏകദേശം സെറ്റായിട്ട് മേളം പഠിച്ചു കൊടുക്കുകയാണ്. ഇപ്പോൾ മേളം നമ്മളിപ്പോൾ പഠിക്കുന്നത് ചെമ്പട മേളം പഞ്ചാരിയാണ് പഠിക്കുന്നത്. ചെമ്പട ഏകദേശം പഠിച്ച് അതിൻ്റെ ഒരു ലാസ്റ്റ് ഘട്ടത്തിലാണ്. എൻ്റെ അടുത്ത് എന്താ വെച്ചാൽ അതിൻ്റെ താളം, അതിൻ്റെ ഒരു ഉന്മേഷം തരുന്നതാണ് നല്ല ഒരു ഇത്. അതുകൊണ്ട് ചെണ്ടയിലേക്ക് എടുത്തു. അതൊരു നല്ല പാഷനായിട്ട്. ഇന്ന് UAE വലിയ പരിപാടിയെന്നോ ചെറിയ പരിപാടിയെന്നോ വ്യത്യാസമില്ലാതെ എല്ലായിടത്തും അഖണ്ഡയുണ്ട്. സിനിമാ താരങ്ങൾ ഉൾപ്പെടെ ഇവരുടെ മേളവിസ്മയത്തിൽ മനസ്സു നിറഞ്ഞാടുന്ന എത്രയോ സന്ദർഭങ്ങൾ ഇവർ കോർത്തെടുക്കാനുമുണ്ട്. ആളുകൾ മനസ്സു നിറഞ്ഞ് ആസ്വദിക്കുന്നത് കാണുന്നതാണ് തങ്ങളുടെ ആനന്ദമെന്നും പറഞ്ഞു വെക്കുന്നുണ്ട് ഇവർ. ചെണ്ടമേളത്തിനൊപ്പം ഇന്ന് തിരുവാതിര ഉൾപ്പെടെയുള്ള കലാരൂപങ്ങളും ഇവർ അവതരിപ്പിച്ച് ശ്രദ്ധേയമാകുന്നുണ്ട്. നമ്മുടെ കേരളീയ കലകളെ പുതുതലമുറയിലേക്ക് എത്തിക്കുക എന്നതാണ് തങ്ങളുടെ ദൗത്യമെന്നും അതിനായി തങ്ങളാൽ കഴിയുന്നത് ചെയ്യുമെന്നും പറഞ്ഞു വെക്കുന്നു ഈ കലാകാരന്മാർ. ഇതിൽ സ്ത്രീകൾ പെർഫോമൻസ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് ശരിക്കും പറഞ്ഞാൽ ജെൻസിനെക്കാട്ടിയും കൂടുതൽ സ്ത്രീകൾക്കാണ് ഇതിൽ താല്പര്യം എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യം. അതാണ് കാരണം അവർക്ക് കൂടുതലും ഇപ്പം അറിയാലോ, അണിയറയിലുള്ള അരങ്ങത്തേക്ക് എന്ന് പറയുന്നത് പോലെ തന്നെ അവർക്ക് അരങ്ങത്തേക്ക് വരാൻ വേണ്ടിയിട്ട് ഇന്നത്തെ കാലം മാറുന്നു. അപ്പോൾ അതിനനുസരിച്ച് അവരും മാറുന്നു. അപ്പോൾ അവർക്ക് ഇത്തരം പെർഫോമുകളിലൂടെ പുറത്തു പോയി. പിന്നെ ഇവിടെ UAE സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വീട്ടിൽ എല്ലാവരും ജോലിയില്ലാത്ത കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ അവർ വീട്ടിലിരിക്കുന്ന സമയത്തുള്ള എൻ്റർടൈൻമെൻറ്റ്, ഒരുപാട് സ്ഥലങ്ങൾ പോയിട്ട് പ്രോഗ്രാം അവതരിപ്പിക്കാൻ കിട്ടുന്നൊരു സന്തോഷം, വെറുതെ ഇരിക്കുന്ന വീടുകളിൽ പുറത്തിറക്കുമ്പോൾ കിട്ടുന്നൊരു ഇത്. അപ്പോൾ അതെല്ലാം അവരിൽ നമ്മൾ പ്രോഗ്രാം സ്ഥലത്തും അതുപോലെ തന്നെ മറ്റുള്ള എല്ലാ സ്ഥലത്തും കാണുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ കുട്ടികളും അതിൻ്റെ കൂടെ ഈ അമ്മമാരുടെ കൂടെ വരുന്ന കുട്ടികൾ നമ്മൾ പോലും ചിലപ്പോൾ ശ്രദ്ധിക്കപ്പെടാണ്ട് അവരവിടെ ഇരുന്ന് നമ്മൾ പറയുന്ന ചൊല്ലിക്കൊടുക്കുന്ന താളങ്ങൾ കേട്ട് അവിടുന്ന് ഒറ്റക്ക് കൂട്ടുന്ന ഒരു സ്ഥിതി വരെ ഉണ്ടായിട്ടുണ്ട്. അഖണ്ഡ എന്ന് പറയുന്ന റിതം ഓഫ് UAE, അതാണ് നമ്മൾ കൊടുത്തിരിക്കുന്ന ഒരു പേര്. അപ്പോൾ 6 പേരിൽ നിന്ന് തുടങ്ങി ഇപ്പോൾ ഏകദേശം 60ഓളം ആൾക്കാരിൽ ഒരു ടീമായി മാറിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വരുന്ന എൻക്വയറീസിൽ ചെണ്ടമേളം, ശിങ്കാരിമേളം, പഞ്ചാരിമേളം മാത്രമല്ലാതെ ബാക്കിയുള്ള, അതായത് തനത് നാടൻ, തിരുവാതിരക്കളി, കൈകൊട്ടിക്കളി, അങ്ങനെയുള്ള എൻക്വയറീസ് കൂടി വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ലേഡീസിനൊക്കെ സംസാരിച്ചപ്പോൾ അവരൊക്കെ വളരെ താല്പര്യത്തോടു കൂടി മുന്നോട്ട് വന്നിട്ട് നമ്മളിപ്പം അതിന് ഈ ശിങ്കാരിമേളം പഞ്ചാരിമേളത്തിനും പുറമെ തിരുവാതിരക്കളി, കൈകൊട്ടിക്കളി, പിന്നെ നമ്മളൊരു ഗാനമേള ട്രൂപ്പുണ്ട്, പിന്നെ നാടൻ പാട്ടിൻ്റെ ഒരു ടീമുണ്ട്. അങ്ങനെ വിവിധമായ മേഖലകളിലേക്ക് ഇപ്പം നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളതിൻ്റെ ആൾക്കാരുടെ എൻക്വയറി നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നു ഓണപരിപാടിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട്.
അക്കാഫ് അസോസിയേഷനും ഫ്ലവേഴ്സും ചേർന്നൊരുക്കുന്ന മെഗാ ഓണാഘോഷത്തിനായുള്ള ഒരുക്കങ്ങൾ ദുബായിൽ പുരോഗമിക്കുകയാണ്. അടുത്ത മാസം 28-ന് ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിലാണ് ആ ഓണാഘോഷ പരിപാടി നടക്കുന്നത്. അതിന്റെ വിശേഷങ്ങളിലേക്കാണ് ഇനി കടക്കുന്നത്. സെപ്റ്റംബർ 28-ന് ദുബായ് വേൾഡ് ട്രേഡ് സെന്റർ ഒരു കൊച്ചു കേരളമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. UAE ഇതുവരെ കണ്ടിട്ടില്ലാത്ത ആഘോഷങ്ങൾക്കാണ് അക്കാഫ് അസോസിയേഷനും ഫ്ലവേഴ്സും ചേർന്നൊരുക്കുന്ന മെഗാ ഓണാഘോഷമായ പൊന്നോണക്കാഴ്ചയിൽ ഒരുക്കുന്നത്. അതിനായുള്ള ഒരുക്കങ്ങൾ ദുബായിൽ തകൃതിയായി നടക്കുകയാണ്. ജോലിയുടെ തിരക്കുകൾക്കിടയിലും ഓണാഘോഷം വ്യത്യസ്തമാക്കാൻ അക്കാഫ് അസോസിയേഷന്റെ ആസ്ഥാനത്ത് മീറ്റിംഗുകളും പ്ലാനിങ്ങുകളും സജീവം. അക്കാഫ് അസോസിയേഷൻ നടത്തുന്ന പൊന്നോണക്കാഴ്ച നമ്മൾ 2 ദിവസങ്ങളായിട്ടാണ് നടത്തുന്നത്. സെപ്റ്റംബർ 21-ന് ഒന്നാം ഓണം, സെപ്റ്റംബർ 28-ന് പൊന്നോണക്കാഴ്ച. നമ്മൾ വിവിധ മത്സരങ്ങളും അതുപോലെ കോർഡിനേഷനും എല്ലാം കോളേജുകളും ചേർന്ന് ഏതാണ്ട് 100ഓളം കോളേജുകളുടെ അപ്പെക്സ് ബോഡിയാണ് അക്കാഫ് അസോസിയേഷൻ. ആ കോളേജുകളെല്ലാം ചേർന്നുള്ള മത്സരങ്ങൾ, ഓണാഘോഷം, അതാണ് നമ്മൾ സംഘടിപ്പിക്കുന്നത്. ഏതാണ്ട് 30ഓളം കമ്മിറ്റികളിലായി 300ഓളം അംഗങ്ങൾ നിതാന്ത പരിശ്രമത്തിലൂടെ ഏതാണ്ട് 1 മാസമായി നമ്മൾ ഇതിൻ്റെ പ്രിപ്പറേഷൻ തുടങ്ങിയിട്ട്. എല്ലാ മത്സരങ്ങളുടെയും രജിസ്ട്രേഷൻ ഏതാണ്ട് തുടങ്ങിക്കഴിഞ്ഞു. മാതൃവന്ദനമാണ് ഇത്തവണയും അക്കാഫ് അസോസിയേഷന്റെ ഓണാഘോഷത്തിന് മാറ്റുകൂട്ടുന്നത്. പ്രവാസ ലോകത്തെ ഏറ്റവും വലിയ കലാലയ സൗഹൃദ കൂട്ടായ്മയായ അക്കാഫ് അസോസിയേഷന് ഓണാഘോഷത്തിന്റെ ഭാഗമായി കേരളത്തിൽ നിന്നും അമ്മമാരെ ദുബായിൽ എത്തിച്ചുകൊണ്ട് അമ്മയോണമാണ് ആഘോഷിക്കുന്നത്. ദുബായിൽ ജോലി ചെയ്യുന്ന സാമ്പത്തികമായി ഏറെ പിന്നോക്കം നിൽക്കുന്നവരിൽ നിന്നും തെരഞ്ഞെടുക്കുന്നവരുടെ അമ്മമാരെയാണ് അക്കാഫ് സ്വന്തം ചെലവിൽ UAE എത്തിച്ച് ആദരിക്കുവാനും ഇവിടെയുള്ള വിവിധ പ്രദേശങ്ങൾ സന്ദർശിക്കാനുമുള്ള അവസരം ഒരുക്കുന്നത്. എല്ലാ വർഷവും നമ്മൾ ഓണത്തിന് പുതിയ പുതിയ മത്സരങ്ങളും പലതും കൊണ്ടുവരാറുണ്ട്. കഴിഞ്ഞ അക്കാഫിൻ്റെ 25 വർഷത്തിൽ നമ്മൾ തുടങ്ങിയ ഒരു കാര്യമാണ് മാതൃവന്ദനം എന്ന് പറയുന്നൊരു കാര്യങ്ങൾ. അതുപോലെ ഓരോ വർഷവും നമ്മൾ പുതിയ പുതിയ പാർട്ടിസിപ്പേഷൻസ് ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് കോളേജുകളുടെ ഒരു പ്രാതിനിധ്യത്തിലാണ് അക്കാഫിൻ്റെ ഈ പ്രവർത്തനങ്ങളെല്ലാം നടക്കുന്നത്. അക്കാഫിൻ്റെ ഒരു PSTയും ഡയറക്ടർ ബോർഡ് ഉൾപ്പെടുന്ന ഒരു സിസ്റ്റത്തിന് താഴെയാണ് ഈ കമ്മിറ്റികളൊക്കെ പ്രവർത്തിക്കുന്നത്. 30 കമ്മിറ്റികളും ഇൻഡിവിജ്വലായിട്ട് പ്രവർത്തിക്കുന്നു. അവരുടെ എല്ലാം ഒരു കോർഡിനേഷൻ മാത്രമാണ് ഈ PST BOD ചെയ്യുന്നത്. ഈ അക്കാഫ് പൊന്നോണക്കാഴ്ചയുടെ ഏറ്റവും ഹൈലൈറ്റ് പ്രോഗ്രാമാണ് മാതൃവന്ദനം സീസൺ 3 എന്നത്. നമ്മൾ സിൽവർ ജൂബിലി ആഘോഷയുടെ ഭാഗമായിട്ട് 25 അമ്മമാരായിട്ട് തുടങ്ങിയതാണ്. ഇപ്പോൾ അത് 27 അമ്മമാരായിട്ട് നിൽക്കുന്നുണ്ട്. നമ്മൾ സെലക്ഷൻ എന്ന് പറയുന്നത് UAEയിലുള്ള താഴ്ന്ന കുറഞ്ഞ ശമ്പളത്തിന് ജോലി ചെയ്യുന്ന തൊഴിലാളികളെ, കുറച്ച് വർഷങ്ങളായിട്ട് നാട്ടിൽ പോകാൻ കഴിയാത്ത തൊഴിലാളികളെ, അവരെ അമ്മമാരെ ഇങ്ങോട്ട് കൊണ്ടുവരിക എന്നതൊരു സ്വപ്നം മാത്രമായിട്ട് അവശേഷിക്കുന്ന ആൾക്കാരെ കണ്ടെത്തി അവരെ അമ്മമാരെ ഇങ്ങോട്ട് കൊണ്ടുവരിക എന്നുള്ള ഒരു പ്രോസസ്സാണ് നമ്മൾ നടത്തുന്നത്. ഓൾമോസ്റ്റ് അതിൻ്റെ പ്രോസസ്സ് കംപ്ലീറ്റ് ആയിരിക്കുന്ന പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു വലിയ ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് നമ്മൾ അതിൽ നിന്നാണ് 27 ശരിക്കും അനുയോജ്യമായ 27 കണ്ടെത്തിയിട്ടാണ് നമ്മൾ ഈ പരിപാടിയിൽ കൊണ്ടുവരുന്നത്. സദ്യയുടെ കാര്യത്തിലും നോ കോംപ്രമൈസ് എന്നാണ് അംഗങ്ങൾ പറയുന്നത്. സദ്യ ഉണ്ണാൻ എത്തുന്നവരുടെ എണ്ണത്തിലും ഇത്തവണ അക്കാഫ് അസോസിയേഷനും ഫ്ലവേഴ്സും ചേർന്നൊരുക്കുന്ന മെഗാ ഓണാഘോഷം റെക്കോർഡിടുമെന്ന് ഉറപ്പാണ്. സമയബന്ധിതമായി സ്വാദിഷ്ടമായ വിഭവങ്ങൾ ആളുകൾക്ക് മുന്നിൽ എത്തിക്കാനായി കൈമെയ് മറന്ന് മുന്നിൽ നിൽക്കുകയാണ് ഇവർ. ഓണാഘോഷം എന്ന് പറയുമ്പം എല്ലാവർക്കും അറിയാം, ഓണസദ്യ തന്നെയാണ്, വിഭവസമൃദ്ധമായ ഓണസദ്യയാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇനം. അപ്പോൾ ഇതിപ്പോൾ കഴിഞ്ഞ 27 വർഷമായിട്ട് ഓണാഘോഷം നടത്തുന്ന ഒരു സംഘടനയാണ് അക്കാഫ് അസോസിയേഷൻ എന്ന് പറയുന്നത്. അപ്പം ഇത്രയും നാളത്തെ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് നമ്മൾ ഒരു വലിയ ഓണമാണ് ഇത്തവണ നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. ഇത്തവണ 10,000 പേർക്കാണ് ഞങ്ങൾ സദ്യ ഒരുക്കുന്നത്. ഈ 10,000 പേർക്ക് സദ്യ ഒരുക്കുമ്പോൾ വിഭവസമൃദ്ധമായ സദ്യ തന്നെ, തനി കേരളീയ സദ്യ ഞങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട്. അതിനുള്ള എല്ലാ അറേഞ്ച്മെൻറ്റും ചെയ്തിട്ടുണ്ട്. ഇതിനകത്തൊരു ചലഞ്ച് എന്ന് പറയുന്നത് 10,000 പേർക്ക് 11 മണിക്ക് നമ്മൾ സദ്യ ആരംഭിക്കും.
11 മണി മുതൽ 3 മണി വരെയാണ് സദ്യ നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് നമ്മൾ ഈ സദ്യ വിളമ്പുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ചലഞ്ച്. ഇപ്പോൾ സദ്യ കമ്മിറ്റിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഏറ്റവും വലിയ കമ്മിറ്റി സദ്യ കമ്മിറ്റിയാണ്. ഞങ്ങൾ 50ഓളം വോളണ്ടിയേഴ്സ് ഞങ്ങൾ ഈ സദ്യ കമ്മിറ്റിയിലുണ്ട്. അപ്പോൾ ഇത്രയും പേരും ഞങ്ങൾ കൂട്ടായിട്ടുള്ളൊരു പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ കൃത്യമായ പ്ലാനിങ്ങൾ ആൾറെഡി നടത്തി കഴിഞ്ഞു. വേൾഡ് ട്രേഡ് സെൻറ്റർ പോലത്തെ ഒരു വലിയ ഒരു വെന്യൂവിൽ അത് ഞങ്ങളൊരു ഫ്ലോർ പ്ലാൻ തയ്യാറാക്കി തന്നെ ഇതിൻ്റെ സദ്യയുടെ അറേഞ്ച്മെൻറ്റ്സും ക്യൂ അറേഞ്ച്മെൻറ്റ്സും എല്ലാം ഞങ്ങൾ ആൾറെഡി ഇതെല്ലാ കാര്യങ്ങളും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. വളരെ വളരെ നല്ലൊരു സദ്യ ഞങ്ങൾ ഈ വർഷം 10,000 പേർക്ക് ട്രേഡ് സെൻറ്ററിൽ വിളമ്പും. എല്ലാ ആൾക്കാർക്കും അത് ആസ്വദിക്കാൻ കഴിയുമെന്നാണ് ഞങ്ങൾ. വ്യത്യസ്തമായ പല മത്സരങ്ങളും ആഘോഷങ്ങളുടെ ഭാഗമായി അരങ്ങേറുന്നുണ്ട്. മലയാളി മങ്ക മത്സരത്തിന് വലിയ പങ്കാളിത്തമുണ്ടാകുമെന്ന് ഉറപ്പാണ്. ഫ്ലവേഴ്സ് അക്കാഫ് പൊന്നോണക്കാഴ്ച 2025 ഓണാഘോഷ പരിപാടികൾ വളരെ ഗംഭീരമായിട്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും അതിൻ്റെ ഒരു സന്തോഷത്തിലാണ്. വളരെയധികം ഊർജ്ജസ്വലരായിട്ടാണ് എല്ലാ കോളേജസും ഇതിൽ പങ്കെടുക്കുന്നത്. ധാരാളം കോമ്പറ്റീഷൻസ് ഉണ്ട് ഇതിൽ. അപ്പോൾ ഇപ്രാവശ്യത്തെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് സൂപ്പർ കിഡ്സ് ഷോ ഉണ്ട്. അതേപോലെ മലയാളി മങ്ക കോമ്പറ്റീഷൻസ്, പിന്നീട് വരുന്നത് നാടൻ പാട്ട് മത്സരമുണ്ട്. അങ്ങനെ വളരെ കുറേ മത്സരങ്ങൾ നമ്മൾ സംഘടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ മലയാളി മങ്കയുടെ കൺവീനറാണ് ഞാൻ. അപ്പോൾ ഇപ്രാവശ്യത്തെ മലയാളി മങ്ക ഇപ്പോൾ എല്ലാവരും കാത്തിരിക്കുന്ന ഒരു പരിപാടിയാണ് മലയാളി മങ്ക കോമ്പറ്റീഷൻ. മലയാളിത്തം ഒട്ടും ചോരാതെ ഏറ്റവും മനോഹരമായിട്ട് വേദികളിൽ സ്ത്രീകൾ അണിനിരക്കുന്ന ഒരു നല്ലൊരു കോമ്പറ്റീഷനാണ്. അപ്പോൾ ഇപ്പോൾ തന്നെ ഏകദേശം 100-ലധികം രജിസ്ട്രേഷൻസ് എത്തിക്കഴിഞ്ഞു. അപ്പോൾ അതിൽ നിന്ന് ഇനി ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ട് ഞങ്ങളുടെ 21നുള്ള പ്രിലിമിനറി റൗണ്ടിൽ നമ്മൾ അതിൽ ഷോർട്ട് ലിസ്റ്റ് ചെയ്യും എല്ലാവരെയും. അതിനുശേഷമാണ് 28ൻ്റെ പൊന്നോണക്കാഴ്ചയിലേക്ക് ആ വേദിയിലേക്ക് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത കാൻഡിഡേറ്റ്സ് അണിനിരക്കുന്നത്. അപ്പം അത് നമ്മൾ ഇപ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കോളേജസിൽ നിന്നും മാക്സിമം പാർട്ടിസിപ്പേഷൻ ഈ മലയാളി മങ്ക കോമ്പറ്റീഷന് ഉണ്ട്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഏറ്റവും സന്തോഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മലയാളി മങ്കയുടെ കോമ്പറ്റീഷൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ എല്ലാവരും അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ലേഡീസ് വളരെ ഉത്സാഹം കാണിക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഏറ്റവും മനോഹരമായിട്ട് ഇപ്പോൾ പ്രത്യേകിച്ച് ഗ്രൂമിങ് സെഷന് ഞങ്ങളിപ്രാവശ്യം ഒരു വൈവിധ്യമാർന്ന രീതിയിൽ മലയാളി മങ്കയിൽ ഗ്രൂമിങ് സെഷൻ പ്ലാൻ ചെയ്യുകയാണ്. അപ്പോൾ ഇവൻറ്റ് 1-ന് നമ്മളിപ്പോൾ ഓണം 1-ന് നമ്മൾ ഒരു ഗ്രൂമിങ് സെഷൻ വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ പൊന്നോണ കാഴ്ചയ്ക്ക് 3 ഗ്രൂമിങ് സെഷനാണ് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നത്. അങ്ങനെ അതിമനോഹരമായിട്ട് തന്നെ മലയാളി മങ്കയുടെ കോമ്പറ്റീഷൻ വേദിയിൽ ഒരുക്കാൻ തന്നെയാണ് ഞങ്ങൾ 16 കമ്മിറ്റി മെമ്പേഴ്സ് ചേർന്നിട്ട് വളരെ ഒരു ശക്തമായ ഒരു ടീം തന്നെ ഇതിൻ്റെ പുറകിലുണ്ട്. നാടൻ പാട്ടുകളുടെ മത്സരവും ആഘോഷത്തിന്റെ ഭാഗമായി ഒരുക്കുന്നുണ്ട്. അക്കാഫ് അസോസിയേഷൻ്റെ 27ാമത് ഓണമാണ് ഇപ്രാവശ്യം നമ്മൾ ആഘോഷിക്കുന്നത്. ഇതിൽ കഴിഞ്ഞ വർഷമാണ് നമ്മൾ നാടൻ പാട്ട് ആദ്യമായിട്ട് ഈ വേദിയിൽ കൊണ്ടുവരുന്നത്. അത് വളരെ ഗംഭീരമായിരുന്നു. ഇപ്രാവശ്യം അതിനേക്കാളും വളരെ ഗംഭീരമായിട്ട് നടത്താനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഏതാണ്ട് 120ഓളം കോളേജുകളുണ്ട് നമുക്ക്. അതിൽ നിന്നും ഏതാണ്ട് 50ഓളം കോളേജുകൾ തന്നെ ഇപ്പോൾ നമുക്ക് നാടൻ പാട്ടിന് വേണ്ടി രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. ഇനിയും കോളേജുകൾ വരാനുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രിലിമിനറി, അതായത് 21-ാം തീയതിയാണ് ഈ നാടൻ പാട്ടിൻ്റെ എല്ലാം മത്സരങ്ങൾ നടക്കുന്നത്. അത് ന്യൂ ഡോൺ സ്കൂൾ മൊഹൈസിനയിൽ വെച്ചിട്ടാണ് ഈ നാടൻ പാട്ടിൻ്റെ മത്സരം നടത്തുന്നത്. അതിൽ വിജയിക്കുന്ന 1, 2, 3 വിജയികളെ നമ്മൾ 28-ാം തീയതി നടക്കുന്ന പൊന്നോണക്കാഴ്ചയിൽ മെയിൻ വേദിയായ വേൾഡ് സെൻറ്ററിൽ വെച്ചിട്ട് നമ്മൾ അവർക്ക് അവിടെ അവതരിപ്പിക്കാൻ അവസരം കൊടുക്കുന്നതാണ്. അറബി ദിസ് വീക്കിന്റെ ഈ ഒരു അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. അറബി നാടുകളിലെ കൂടുതൽ കൗതുക കാഴ്ചകളും വിശേഷങ്ങളുമായി അറബി ദിസ് വീക്ക് അടുത്തയാഴ്ച ഇതേ സമയം ഇതേ ദിവസം. നമസ്കാരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.